ഹായ് നമസ്കാരം, ഞാൻ സെബിൻ്റെ എക്സ്പ്ലോർ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LBSൻ്റെ ഡിപ്ലോമയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടോയെന്നും അതുപോലെ തന്നെ ഇനി എന്നാ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ അതുപോലെ തന്നെ BSc നേഴ്സിങ്ങിനായാലും ഇനി PNC മാക്കിനകത്തായാലും ഇനിയും അപ്ഡേറ്റുകൾ വല്ലതും, അതായത് ഇനിയും ലേറ്റസ്റ്റായിട്ട് വല്ല അലോട്ട്മെൻറ്റ് വല്ലതും കാര്യങ്ങൾ വല്ലതും നടക്കാനായിട്ട് സാധ്യതയുണ്ടോയെന്നും ആണ് ഈ വീഡിയോ ആയിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽ വീഡിയോയും നമ്മുടെ ചാനൽ വഴി ചെയ്തിട്ടുള്ളതാണ്. കണ്ടിട്ടെത്താത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മീഡിയ ഐക്കണിലും പിൻ ചെയ്ത് വെച്ചിരിക്കാം. നിങ്ങളിത് കഴിഞ്ഞിട്ട് അത് കയറി കാണാമെന്ന് ഉറപ്പിക്കുന്നു. അതിന് മുമ്പേ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. സെബിനെറ്റ് എക്സ്പ്ലോർ എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ പേര്. സെബിനെറ്റ് എക്സ്പ്ലോർ വ്ളോഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒരു ചാനലുണ്ട്. പക്ഷേ സെബിനെറ്റ് എക്സ്പ്ലോറിൽ സംശയങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് ചോദിച്ചാൽ മതി. മറ്റേത് സംശയങ്ങളായിട്ടുള്ളതല്ല, അല്ലാതെ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ സെബിനെറ്റ് എക്സ്പ്ലോറിനകത്ത് ചോദിച്ചാൽ മതി സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താലും മതി. നമ്മളതിന് റിപ്ലൈ തരുന്നതൊക്കെ ഉറപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ സമയങ്ങളെ തന്നെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ LBSൻ്റെ 6th അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നു. അപ്പം 16-ാം തീയതി ആയിരുന്നു കോളേജ് ജോയിനിങ്, അതുപോലെ ബാക്കി കാര്യങ്ങളെല്ലാം. പിന്നെ അടുത്ത ഇനിയും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ BSc നേഴ്സിങ്ങിലും പാരാമെഡിക്കലിലും കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിൽ മാത്രം അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും പുതിയതായിട്ട് ഇനി അപ്ഡേറ്റ് വല്ലതും ഉണ്ടെങ്കിൽ, അപ്ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ട് ഇനിയും അലോട്ട്മെൻറ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഇനി അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊന്നും വരാനായിട്ട് സാധ്യതയില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇനി സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ ഡിപ്ലോമയ്ക്കതാണ്. അത് ഓപ്ഷൻ അതായത് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ അതിനകത്ത് ഓപ്ഷനും കാര്യങ്ങളും എല്ലാം വെക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ഓപ്ഷൻ രജിസ്റ്ററും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഫീ റീഫണ്ടിൻ്റെ കാര്യം ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. ഫീ റീഫണ്ടിൻ്റെ കാര്യം ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയാണ്. ഫീ റീഫണ്ട് കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഫീ റീഫണ്ട് ചെയ്യുന്നതിന് 30-ാം തീയതി കഴിഞ്ഞ്, 30-ാം തീയതിയാണ് എല്ലാം ക്ലോസിംഗ് എല്ലാം. അത് കഴിയുമ്പോൾ ഫീ റീഫണ്ട് കാര്യങ്ങൾ എങ്ങനെ ഓൺലൈൻ വഴിയാണോ എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇതിനകത്ത് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി നമുക്ക് നേരെ ഡിപ്ലോമയുടെ കാര്യങ്ങളിലേക്ക് ഇനി അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോമയുടെയാണ്. 16, 11, 24 സാറ്റർഡേന് അതായത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ 18-ാം തീയതിക്കുള്ളിൽ തന്നെ ഇമെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ LBSൻ്റെ നമ്പറിൽ വിളിച്ച് അറിയിക്കുകയാണ്. മാർക്കിൻ്റെ വല്ല കാര്യങ്ങൾ വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ അപേക്ഷേൻ്റെ നമ്പറും, അതായത് ആപ്ലിക്കേഷൻ ID, രജിസ്റ്റർ ID, പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കയറി കാണാൻ പറ്റുന്നതായിരിക്കും. അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റും ഇവിടെ 16-ാം തീയതി, 11-ാം തീയതി, 16, 11, 24 അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റും വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് കയറി നോക്കിക്കഴിഞ്ഞാൽ അപ്രൂവ് കോളേജ് ലിസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളതും ഒക്കെ അറിയാൻ സാധിക്കുന്നത്. അപ്പം ഫീസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു വീഡിയോ ആയിട്ട് തന്നെ കോളേജ് ലിസ്റ്റിൻ്റെ മാത്രമായിട്ടുള്ള ചെയ്യുന്നതായിരിക്കും. താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്യുക. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെയും വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോട്ട് ചോദിക്കുക. നമ്മൾ കിട്ടാൻ സാധ്യതയുള്ള കോളേജ് ഏതൊക്കെയാണെന്നുള്ളതും അറിയിക്കുന്നതായിരിക്കും. അതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ IDയും പാസ്വേഡും രജിസ്റ്റർ IDയും കൂടെ ഇടുവാണെങ്കിൽ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇട്ട് ഇടുവാണെങ്കിൽ ഇത് ലോഗിൻ ചെയ്ത് നോക്കാനും, ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് എനിക്കത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏതൊക്കെയാണ് കോഴ്സിൻ്റെ ഇപ്പം വന്നിരിക്കുന്ന DPharmൻ്റെ ആണോ എന്നുള്ളതോ അല്ലാതെ പാരാമെഡിക്കലിൻ്റെ ഏതൊക്കെയാണ് ഇനി ആപ്ലിക്കേഷൻ്റെ ഇൻഡെക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോട്ട് സെബിനെറ്റ് എക്സ്പ്ലോറിനകത്തോട്ട് മെസ്സേജ് ഇടുക. അപ്പം നമ്മളത് എനിക്കത് കയറി നോക്കാനും പറ്റുകയും ചെയ്യും. അതുപോലെ അവർക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനും പറ്റുന്നതായിരിക്കും ഇവിടെ ഓർപ്പിക്കുന്നു. എല്ലാവരും വേണ്ട, താല്പര്യമുള്ള ആരെങ്കിലും 1-2 പേര് ഇട്ടാൽ മതി കേട്ടോ. ഒന്ന് കയറി നോക്കിയാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ PNC മാക്കിൻ്റെയാണ്. PNC മാക്കിൻ്റെ എല്ലാവരും പറഞ്ഞു വേണമെങ്കിൽ വിശ്വസിക്കുന്നു. ഇനിയും ദിസ് ഈസ് ദ ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആണ്. അതായത് 6th അലോട്ട്മെൻറ്റ് കൊണ്ട് ലാസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ഇനി അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊന്നും വരുന്നതായിരിക്കത്തില്ല. അപ്പം അന്നത്തെ കൂടി അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. കൂടി വന്ന 6 അലോട്ട്മെൻറ്റേ ഉള്ളൂ. ചില പ്രാവശ്യം 5 ഉള്ളൂ. ഇപ്രാവശ്യം വേക്കൻസി ഉള്ളതുകൊണ്ടായിരിക്കും 6 അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നത്. ഇനി അടുത്ത പ്രാവശ്യം നോക്കിയാൽ മതി. പിന്നെ അല്ലാത്ത ആൾക്കാർക്കൊക്കെ അല്ലാതെ എവിടെയെങ്കിലും പൈസയൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എവിടെയെങ്കിലും സീറ്റ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ ഇന്നത്തെ എവിടേക്കത് പറയാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID ചോദിക്കുക. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ കയറി മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.